ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന ചെറുപയർ പരിപ്പില്ലേ, അത് വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.25 കപ്പോളം പയർ പരിപ്പാണ് കേട്ടോ. തൊലി കളഞ്ഞിട്ടുള്ള ഒരു പയർ പരിപ്പില്ല, അതാണ്. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം മറന്നിട്ട് ഒരു സ്ട്രെയിനിലോട്ട് ഇട്ട് വെച്ചതാണ്. അതിനുശേഷം നമുക്കൊരു നെയ്യിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 10-12 മിനിറ്റെങ്കിലും കുറഞ്ഞൊന്ന് വറുത്തെടുക്കണേ. അതിൻ്റെ ഒരു പച്ച സ്മെല്ലാണ് കേട്ടോ, ആ ഒരു മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണം വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഒരു 1.25 കപ്പ് പരിപ്പിന് 1.25 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് കൂടി പോകരുത്, ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 1-2 വിസിൽ അത്രയും മതിയാകും. അപ്പോഴത്തേക്ക് ഈ പരിപ്പിലുള്ള നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടും കേട്ടോ. അപ്പം തന്നെ അങ്ങ് ഒരു 1-2 വിസിലാവുന്ന സമയത്ത് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടണേ. ബാക്കി ഒരു പ്രഷറിലിരുന്നിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് കുക്കായി വന്നോളൂ. അപ്പോൾ പരിപ്പ് ഒരു 1-2 വിസിൽ കൊടുത്തിട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചു. ഇനി വേറൊരു അടിയായിട്ടുള്ള ഉരുളി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തുണ്ടല്ലോ, ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മതി കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചതാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആകുന്നവരൊന്ന് വറുത്തെടുക്കാം. കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് കഴുകിയൊന്ന് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറിയൊന്ന് വരുന്നവരൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതും ഒന്ന് ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നെയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാം. വറുത്ത ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം നെയ്യിലോട്ട് തന്നെ നമ്മളിത് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ്. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ നെക്കിക്കഴിഞ്ഞാൽ പിതുങ്ങും. അത്ര പാകത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞങ്ങ് ചളിപിളിന്നായിട്ടില്ല, കറക്റ്റ് പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു വെള്ളം കറക്റ്റായിട്ട് വെച്ചതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് ആ ഒരു പരിപ്പും കൂടെ നമുക്ക് ആ ഒരു നെയ്യിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി വന്നെടുക്കാം. അപ്പോൾ ഇതാ കണ്ടാൽ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ പരിപ്പ്. നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് വേണ്ടത് ജാഗരി സിറപ്പാണ്. ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഞാൻ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി പിന്നെ അരിച്ചൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. അതിൽ നിന്ന് ഒരു 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെയൊക്കെ ആകാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1.5 കപ്പോളം ശർക്കര പാന്, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളതാണ്. തീരെ അങ്ങ് വെള്ളം പോലെ ഇരിക്കുന്നതല്ല, കുറച്ചും തിക്കായിട്ടുള്ള ഒരു ജാഗരി സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരണം. അതായത് ഈ പരിപ്പും ആ ഒരു ശർക്കര പാനിക്കൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നന്നായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 2 കപ്പോളം തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 3ാം പാല് ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു പരിപ്പ് പായസത്തിന് 2ാം പാലും 1ാം പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ മാറ്റി വെച്ചു. ബാക്കിയാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാലെടുത്ത് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 2 കപ്പ് 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 2ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അതിലാണ് കേട്ടോ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു 2ാം പാലിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെന്തൊന്ന് വറ്റി വരണം. അപ്പോൾ അതാ 2ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പായസം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ഒരു 1.5 കപ്പോളം 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ. അതൊരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 2ാം പാൽ ഒഴിച്ചിട്ട് ഇത്രയും കുറുക്കണേ. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു 1ാം പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1.5 കപ്പോളം 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് നോക്കാം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഉള്ളത്. വേണമെങ്കിൽ 1/2 കപ്പ് എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ 1.25 കപ്പ് 1.5 കപ്പോളം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു 3/4 ടീസ്പൂണോളം ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഏലക്കയുടെ ഒരു തൊണ്ടൊക്കെ മാറ്റിയിട്ട് കുരു മാത്രം ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നല്ലൊരു ചൂടായി തുടങ്ങും കേട്ടോ. ആ ഒരു ടൈമിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. തിളപ്പിക്കണം കേട്ടോ. നമ്മൾ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റും ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പായസത്തിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫുൾ നെയ്യും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ അതാ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഒരു കുഞ്ഞു വീഡിയോ റെസിപ്പിക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും.